നമസ്കാരം ഗൈസ്. ഞാനിന്ന് ആക്ച്വലി വൈകുന്നേരം ഒന്ന് കുറച്ചൊന്നും നടക്കാറുങ്ങതാ. പിന്നെ രാവിലെ നമ്മളുടെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ആൾക്കൊരു റിപ്ലൈ തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ്, വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് വയലിൻ മങ്ക്. ആളുടെ പേര് എനിക്ക് അറിഞ്ഞില്ല, പക്ഷേ യൂട്യൂബിലെ ആളുടെ ID എന്താ വയലിൻ മങ്ക് എന്നാണ്. അപ്പോൾ ആളൊരു മ്യൂസിഷ്യനാണ്. അപ്പോൾ ആൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആൾ UAE വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇങ്ങനെ 5 ലക്ഷം രൂപ ആളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബേസിക്കലി ചിലവ് വരുന്നുണ്ട് ആൾക്ക് UAE വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഫ്രീലാൻസ് വിസ എടുത്തിട്ട് ആൾക്കൊരു മ്യൂസിഷ്യൻ്റെ ജോലി തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ്. ചില മ്യൂസിഷ്യൻ ടീച്ചറായിട്ടുള്ള ജോലി തുടങ്ങാനുള്ള പരിപാടിയാണ് ആൾ. അപ്പോൾ അത് റെക്കമെൻഡഡ് ആണോ എല്ലാം പറഞ്ഞിട്ടാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിപ്ലൈയും പിന്നെ കുറച്ച് എത്ര എക്സ്പെൻസസ് വരും, നിങ്ങളുടെ ചിലവ് എത്ര വരും എന്നുള്ള അതിനൊക്കെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ രീതിയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പലരുടെയും പല കാൽക്കുലേഷൻസ് ഉണ്ടാവും, റിസ്ക് എടുക്കാനുള്ള ഇതുണ്ടാവും. പക്ഷേ ഞാൻ നിങ്ങളോട് എൻ്റെ രീതി, എൻ്റെ 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതനുസരിച്ചിട്ട് വയലിൻ മങ്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അത് നോക്കാം. എന്ന് വെച്ചാൽ ഇവിടെ വരണോ വരണ്ടയോ. അപ്പോൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ UAE 22,000 ദിറംസോളമായി, 21,800 22,000 ദിറംസോളമായി. അത് വലിയൊരു എമൗണ്ടാണ്. ഇഫ് ദാറ്റ് ഈസ് ദ എമൗണ്ട് സംബഡി ഹാസ് ആസ്ക്ഡ് യു ഇറ്റ് വിൽ കോസ്റ്റ് യു ഫോർ എ ഫ്രീലാൻസ് വിസ, അന്ന് അത്രയും പൈസ ആക്ച്വലി ആവില്ല. ഫ്രീലാൻസ് വിസ ഇവിടെ 7,000 ദിറം സെറ്റ് ഉള്ളൂ. പ്ലസ് പിന്നെ നിങ്ങളുടെ അക്കോമഡേഷനും സ്റ്റേയിങ്ങും മറ്റോ മറിച്ചോം കൂടി കൊടുന്ന് വെച്ചാൽ ചിലപ്പോൾ അത്രയും ആവുമായിരിക്കും. പക്ഷെ അത്രയൊന്നും ആവാൻ വഴിയില്ല. 7,000 ദിറംസാണ് ഫ്രീലാൻസ് വിസ ഉള്ളത്. അത് നിങ്ങൾക്കിവിടെ വിസിറ്റ് വിസയിൽ വന്നിട്ടും നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാം. ബേസിക്കലി 7,000 to 9,000. ചില കമ്പനീസ് 9,000 എടുക്കും, ചിലർ 7,000 എടുക്കും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിഫറെൻറ്റ് കമ്പനീസ് ഓർ PRO സർവീസസ്, അങ്ങനത്തെ ഒക്കെ ആൾക്കാർ. സോ ടോട്ടലി 22,000 എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാൻ നിങ്ങൾക്കൊരു ബ്രേക്ക് ഡൗൺ തരാം. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 7,000 ആണ് ഇപ്പോൾ നിങ്ങളുടെ എക്സ്പെൻസസ് ഇതിൽ വന്നു, പിന്നെ വിസയിൽ വന്നു. അത് ഇനീഷ്യൽ എക്സ്പെൻസസ് ആണ്. പക്ഷേ മന്ത്ലി എക്സ്പെൻസ് എന്ത് വരും നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ടുള്ള ഇൻകം വേണം. മന്ത്ലി എക്സ്പെൻസസ് ഇപ്പോൾ നിങ്ങളിവിടെ ഫാമിലി ആയിട്ട് വരുന്ന ചില ഓഫ് കോഴ്സ് നിങ്ങൾ ഒരു ബെഡ്റൂം ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റൊക്കെ ഇപ്പോഴത്തെ റേറ്റ് വെച്ചെടുക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഈവൻ 1 ബെഡ്റൂം ഫ്ലാറ്റും റെൻറ്റ് ഭയങ്കര എക്സ്പെൻസീവാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 30,000 to 35,000 നിങ്ങൾ കരുതിക്കോ. 20,000 നിങ്ങൾക്ക് ഷാർജയിലും കിട്ടും, അതൊക്കെ കിട്ടും. പക്ഷെ എന്നാലും 20-25,000 ഇറക്കും. പക്ഷെ ഇപ്പോൾ ഷാർജയിലും വില കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അജ്മാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ദൂരെയാവും. പക്ഷേ മെയിൻ ബിസിനസ്സൊക്കെ ഉള്ളത് ദുബായിലാണ്. അപ്പോൾ അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് വരണമെന്ന് വെച്ചാൽ ബാച്ചിലറായിട്ട് താമസിക്കുന്ന ഒരു ബെഡ് സ്പേസ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു 800 മുതൽ 1000 ദിറം വരെ ബെഡ് സ്പേസിൽ വരും. അപ്പോൾ ഈ 800 മുതൽ 1000 ദിറം ബെഡ് സ്പേസ് എന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ അത് തന്നെ ഓൾമോസ്റ്റ് ഒരു 22,000 റുപ്പീസായി. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഭക്ഷണത്തിന് ചിലവ് ഒരു 500 ദിറം ചിലവാക്കിയോ. അല്ലെങ്കിൽ അത് നിങ്ങൾ കടിച്ചു പിടിച്ച് വെക്കുകയെന്ന് വെച്ചാൽ ഒരു 300 ദിറം, അതിനൊരു 6,000-7,000 രൂപയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോണിൻ്റെ ചിലവ്, ഇൻ്റർനെറ്റിൻ്റെ ചിലവ്, അങ്ങനെ പല ചിലവുകളും ഉണ്ട്. അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 200 ദിറം, ഇൻ്റർനെറ്റ് ഫോണും അതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസ് ഇവിടെ ദുബായിൽ എന്ന് പറഞ്ഞാൽ UAE ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് കമ്മ്യൂട്ടിങ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മുടെ കേരളത്തിലോ നമ്മുടെ ഇന്ത്യയിലോ എവിടെയുള്ള മാതിരിയല്ല. ഓട്ടോറിക്ഷ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ മോഡ് ഓഫ് കമ്മ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ടാക്സി ഈസ് വെരി എക്സ്പെൻസീവ്. നമ്മൾ ടാക്സിയിൽ ഇരുന്നാൽ തന്നെ 12 റുപ്യാണ്, 12 ദിർഹം. അത് തന്നെ 250 രൂപയായി. നാട്ടിൽ 250 രൂപയായി. പിന്നെ ഒരു സ്ഥലം വരെ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടുന്ന് കറാമയിൽ നിന്ന് ജദ്ദാവിലേക്ക് പോകുന്ന ചിലർ 40-45 ദിർഹവും. അത് തന്നെ നമ്മളെ ഓൾമോസ്റ്റ് 50 ദിർഹം എന്ന് പറഞ്ഞാൽ 1000 റുപ്യയായി, 1000-1200 രൂപയായി. മനസ്സിലായില്ല? അപ്പോൾ മോഡ് ഓഫ് കമ്മ്യൂട്ടിങ് ഈസ് വെരി എക്സ്പെൻസീവ്. ട്രാൻസ്പോർട്ടിന് പിന്നെ വേറെ നമ്മൾക്ക് ബസ്സുണ്ട്. പക്ഷേ ബസ് എല്ലാ സ്ഥലത്തും പോകാറില്ല. പല സ്ഥലങ്ങളിലേക്ക് നമ്മൾക്ക് ബസ് കിട്ടാറില്ല. പിന്നെ മെട്രോ അങ്ങനെ എല്ലായിടത്തും വന്നിട്ടില്ല. അപ്പോൾ പല സ്ഥലങ്ങളുണ്ട് മെട്രോ പോകാത്ത സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളെന്ന് പറഞ്ഞാൽ കുറേ സ്ഥലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കണം. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി ഈ ചൂടത്ത്. പിന്നെ ഇപ്പോൾ ചൂട് കഴിയാറായി. പിന്നെ
തണുപ്പ് വരും, പക്ഷേ ചൂട് പിന്നെയും വരും. ഇപ്പോൾ നിങ്ങളിവിടെ പെർമനൻ്റ്ലി നിൽക്കാമെന്നുള്ള പരിപാടി എന്ന് വെച്ചാൽ ചൂട് പിന്നെയും വരും. ചൂടത്ത് മോനെ പുറത്തിറങ്ങി നടക്കാമെന്ന് പറഞ്ഞാൽ ഡപ്പിളകും. അപ്പോൾ ഇതെല്ലാതും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു മന്ത്ലി എക്സ്പെൻസ്, ഇത് ഞാൻ നിങ്ങളോട് സിംഗിളായിട്ട് വരണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒറ്റയ്ക്ക് വരണമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ബെഡ് സ്പേസിൽ താമസിക്കണമെന്ന് വെച്ചാൽ ആ എക്സ്പെൻസാണ് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾ സിംഗിളായിട്ട് താമസിക്കുന്ന വെച്ചാൽ തന്നെ ഒരു 35,000 മുതൽ 50,000 രൂപ മാസം ചിലവ് വരും നിങ്ങൾക്ക്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഈ എക്സ്പെൻസസ് വെച്ച് നോക്കണമെന്ന് വെച്ചാൽ, ദുബായിൽ താമസിക്കുന്ന വെച്ചാൽ. പിന്നെ നിങ്ങൾക്ക് അക്കോമഡേഷനൊന്നും, പിന്നെ ഫ്രീലാൻസ് കാരണം നിങ്ങൾക്ക് അക്കോമഡേഷനൊന്നും ആരുടെയൊന്നും ഫ്രീ കിട്ടാൻ പോകില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കീശയിൽ തന്നെ ചിലവാക്കേണ്ടി വരും. പലരും ഇവിടെ ജീവിക്കുന്നത് പറഞ്ഞാൽ കമ്പനി അക്കോമഡേഷൻ ഉണ്ട്, അതുകൊണ്ടൊക്കെ അവരുടെ അക്കോമഡേഷൻ്റെ പൈസ അവർ ലാഭിക്കുന്നുണ്ട്. ഫുഡ് ചിലപ്പോൾ കമ്പനി ഫുഡ് കൊടുക്കാറുണ്ട്, ആ പൈസ ലാഭിക്കുന്നുണ്ട് അവർ. ട്രാവലും അതിനൊന്നും കമ്പനി അവരുടെ വക ബസ്സുണ്ട്, അങ്ങനെ ലാഭിക്കാറുണ്ട്. ഈ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ലേബറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ രീതിയിൽ നോക്കുന്ന വെച്ചാൽ ഒരു മ്യൂസിക് ടീച്ചറിന്, കാരണം ഞാൻ നടത്തിയിരുന്നത് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആയിരുന്നു. ഞാനും ഒരു DJ ആണ്, ഞാനൊരു കീബോർഡ് പ്ലെയറും കൂടിയാണ്, പ്ലസ് ഒരു മ്യൂസിക് കമ്പോസറും മ്യൂസിക് പ്രൊഡ്യൂസറും കൂടിയാണ്. ഞാൻ 23 കൊല്ലം എൻ്റെ ബിസിനസ് നടത്തിയാണ് ഇവിടെ. എൻ്റെ ബിസിനസ് പൊളിയാൻ കാരണം എന്ന് പറഞ്ഞാൽ നല്ലോണം നടന്നിരുന്നതാണ്. പക്ഷേ സ്റ്റുഡൻസ് നമുക്ക് അങ്ങനെ അധികമില്ല, കാരണം കുറേ മ്യൂസിക് സ്കൂൾ ഇവിടെ ഉണ്ട് ഓൾറെഡി. അല്ലെങ്കിൽ നിങ്ങളൊരു മ്യൂസിക് സ്കൂളിൽ ചേരണം. മ്യൂസിക് സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ശമ്പളം മാക്സിമം 3 4 അല്ലെങ്കിൽ 5,000 ദിർഹം വരെ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ നല്ലോണം റിസർച്ച് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള 5 ലക്ഷം എന്ന് പറഞ്ഞാൽ അത് നാട്ടിൽ തന്നെ നിങ്ങൾക്കത് എന്തെങ്കിലും നല്ലതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ തുടങ്ങണമെന്ന് വെച്ചാൽ അതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അതേ പറയുള്ളൂ, ദുബായ് ഈസ് റൈറ്റ് നൗ ഈസ് നോട്ട് ദി റൈറ്റ് ടൈം ടു കം. കാരണം നിങ്ങളുടെ 22,000 ചിലവാവും, പ്ലസ് അതിൻ്റെ മുകളിൽ കൂടെ വരാനുള്ളത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടും കൂടിയും ചിലവാക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ പരിചയക്കാർ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ അവരുടെ ഒപ്പം താമസിക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് എക്സ്പെൻസസ് നിങ്ങൾക്ക് കുറയ്ക്കാം, എന്ന് വെച്ചാൽ അക്കോമഡേഷനും അതൊക്കെ. പക്ഷേ ട്രാവലിംഗ് എക്സ്പെൻസീവായി പണ്ടത്തെ മാതിരി ഒന്നുമല്ല. ഇവിടെ ട്രാവലിംഗ് എക്സ്പെൻസ് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇവിടെ ദുബായിലുള്ളവരോട് പലരോടും ചോദിക്കാം നിങ്ങൾക്ക്. എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടായിട്ട് പോലും എനിക്ക് സാലിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടോൾ ഗേറ്റാണ്. ഇപ്പോൾ അതിനും അവർ കൂട്ടാൻ പോകണമെന്ന് കേട്ടിട്ടുണ്ട്, ഡൈനാമിക് പ്രൈസിങ് ആക്കാൻ പോകണമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സാലിക്ക് തന്നെ ഞാൻ ഓൾമോസ്റ്റ് 500 മുതൽ 700 ദിർഹം വരെ ഞാൻ മാസം സാലിക്കിന് മാത്രം കൊടുത്തിരുന്നു. അതുതന്നെ ഓൾമോസ്റ്റ് 20,000 റുപ്പീസായി നമ്മുടെ നാട്ടിലെ ടോൾ ഗേറ്റ് മാസത്തെ ചിലവാണ് ഞാൻ പറയുന്നത്. പിന്നെ പെട്രോൾ തന്നെ ഒരു 900 മുതൽ 1000 1200 ദിർഹം വരെ വന്നിരുന്നു. കാരണം ഡെയിലി നമ്മൾ ട്രാവൽ ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ സാറ്റർഡേയും സൺഡേയും ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും സൺഡേ ഞാൻ ഓഫ് എടുത്താലും എനിക്കൊരു 900 to 1000 ദിർഹംസ് വരെ വന്നിരുന്നു എനിക്ക് പെട്രോളിൻ്റെ ചിലവ് തന്നെ. മനസ്സിലായില്ലേ? ഇപ്പോൾ പെട്രോളിൻ്റെ വിലയും ഇവിടെ കൂടി തുടങ്ങിയിട്ടുണ്ട്. അത് വേറൊരു കാര്യമാണത്. അപ്പോൾ എനിക്ക് വയലിൻ മങ്കിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നത് വെച്ചാൽ നിങ്ങളുടെ മിനിമം എക്സ്പെൻസ് മന്ത്ലി 5,000 ദിർഹംസ് ആയിരിക്കും. ഈവൻ സ്റ്റുഡിയോ ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ മിനിമം എക്സ്പെൻസ് 5,000 ദിർഹംസ് മുതൽ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കൂടുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വീട്ടിലെ എക്സ്പെൻസസ് ഞങ്ങൾക്ക് മോനുണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ ആ എക്സ്പെൻസ് എല്ലാതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 8 ഉറുപ്പ്യോളം 8,000 ദിർഹംസ് to 10,000 ദിർഹംസ് ഒരു സ്മോൾ ഫാമിലിക്ക് ഇവിടെ ചിലവിന് ആവശ്യം വരും എല്ലാ മാസവും. അതെത്രയെന്നറിയോ? അതിനൊന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. 8,000 into 23 എത്രയായി? 23 റുപ്പീസാണ് ഇപ്പോൾ പെർ ദിർഹം. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. അത്രയും പൈസ നമ്മളിവിടെ മാസം ചിലവാക്കിയിരുന്നു. പിന്നെ ഇപ്പം നിങ്ങളിവിടെ വരണം, ഓക്കെ വന്നെന്ന് വിചാരിച്ചോ, ഇത്രയും പൈസ ചിലവാക്കിയിട്ട് നിങ്ങളിവിടെ വന്നു. നിങ്ങൾക്ക് ജോലി അന്വേഷിക്കണ്ടേ? ജോലി അന്വേഷിക്കാന്ന് പറഞ്ഞാൽ ക്ലയൻസിനെ അന്വേഷിക്കണ്ടേ? കുട്ടികളെ പിടിക്കണ്ടേ? നിങ്ങളെ പഠിപ്പിക്കാനുള്ള കുട്ടികളെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണ്ടേ? അപ്പോൾ ഇങ്ങനത്തെ പല പരിപാടികളുണ്ട്. കിട്ടില്ലെന്ന് ആർക്കറിയാം? കാരണം ഇവിടെ പല സ്കൂൾസും, അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ട് ഇവിടെ. മ്യൂസിക്കിന് കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ സ്കൂളുള്ള സമയത്ത് കുട്ടികൾ വരാറില്ല. ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. സ്കൂളിൻ്റെ വെക്കേഷൻ വരുമ്പോൾ അവരെല്ലാവരും പോവുകയും ചെയ്യും. ചിലവർ മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ ചുരുക്കമാണ് നമ്മൾക്കിവിടെ സ്റ്റുഡൻസ് സ്കൂളിൻ്റെ വെക്കേഷൻ ഉള്ള സമയത്ത് നമ്മൾക്ക് കിട്ടാറ്. എന്നുവെച്ചാൽ മ്യൂസിക് പഠിക്കാനും അതിനൊക്കെ ഉണ്ട്. പല പാരൻസും ഉണ്ട് അവരുടെ കുട്ടികളെ മ്യൂസിക് പഠിക്കാൻ വേണ്ടിയിട്ട് വിടുന്നവരും മറ്റതും മറിച്ചും ഒക്കെ. പിന്നെ ഇവിടെ അവർലി ബേസിസ് നിങ്ങൾക്ക് ഫ്രീലാൻസ് ചെയ്യുന്ന വെച്ചാൽ അവർലി ബേസിസ് വീട്ടിൽ ചെന്നിട്ട് ചെയ്യാം. അതിൻ്റെ ചാർജസ് വേറെയാണ്. വില പേശാൻ ഇവിടെ ദുബായിൽ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം എന്താ? അത്രയും എക്സ്പെൻസീവാണ് ദുബായ്. അപ്പോൾ എല്ലാവരും ഷോപ്പിംഗ് മോളിൽ നിന്നിട്ട് ഇങ്ങനെ ഡിസൈനർ ക്ലോത്ത്സും മറ്റതും മറിച്ചതിനൊക്കെ ചിലവാക്കുന്നു വിചാരിച്ചിട്ട് ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അത്രയും കുറവാണ് ചിലവാക്കുള്ളൂ. ഒരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു ബ്രിട്ടീഷ് സ്കൂൾ, അമേരിക്കൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും $12,000 ഫീസ് എന്ന് പറഞ്ഞാൽ അവർ ഒന്നും പറയാണ്ട് അവിടെ കൊടുക്കും. പക്ഷെ നമ്മുടെ ആൾക്കാർ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീലാൻസായ ആൾക്കാരൊക്കെ ചെന്ന്
പറയുന്നത് നമ്മളുടെ ഫീസ് മണിക്കൂർ വെച്ചിട്ട് 250 ദിർഹമാണെന്ന് പറഞ്ഞാൽ അവർ വില പേശാൻ തുടങ്ങും. ഇതാണ് ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ. എത്ര നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ കിട്ടാൻ പറ്റും ഇവിടെ, പരിചയക്കാരുണ്ടോ ഇല്ലയോ, അങ്ങനെ പലതും. പിന്നെ എൻ്റെ അറിവിലുള്ളതിൽ എന്ന് വെച്ചാൽ ഇവിടെ ഓൾമോസ്റ്റ് പാൻഡമിക് കഴിഞ്ഞിട്ട് 5-6 ഇങ്ങനത്തെ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, എൻ്റെ അറിവിലുള്ള 5-6 മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാതും പൊളിഞ്ഞു. എൻ്റേത് വരെ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു, ഞാനും പൊളിഞ്ഞു. പിന്നെ ഇപ്പോൾ പാൻഡമിക് അല്ല, പക്ഷേ യെസ്, ഇഫ് യു ഹാവ് ദി എനർജി, ഇഫ് യു ഹാവ് ദി ഗട്ട്സ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു വെച്ചാൽ യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. പക്ഷേ ദുബായ് ഓർ എനി അതർ കൺട്രി ഇറ്റ്സ് നോട്ട് എൻ ഓപ്ഷൻ അറ്റ് ദി മൂമെൻറ്റ്. എക്കണോമിക് ടെർമോയിലാണ് എല്ലായിടത്തും. ഡു നോട്ട് തിങ്ക് അബൌട്ട് ഡൂയിങ് ദാറ്റ്. ഇറ്റ്സ് ടോട്ടലി യുവർ ചോയ്സ് ആൻഡ് യുവർ വിഷ്. ഇന്നത്തെ കണ്ടീഷൻ വെച്ച് നോക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കാണാം ആംനസ്റ്റി പ്രോഗ്രാം ഈ തുടങ്ങിയത്. ആംനസ്റ്റി തുടങ്ങാൻ കാരണം എന്താ, കുറേ ആൾക്കാർ, ഇത് പാൻഡമിക് മാത്രമല്ല, കുറേ ആൾക്കാർ ഈവൻ പാൻഡമിക് കഴിഞ്ഞിട്ടും ഇവിടെ വന്നിട്ട് പെട്ടവരുണ്ട്. വിസിറ്റ് വിസയിൽ വന്ന് പിന്നെ അത് വിസ അവർ റിന്യൂ ചെയ്ത് പിന്നെ 2-ാമത്തെ മാസം 3-ാമത്തെ മാസം 4-ാമത്തെ മാസം ഒമാനിൽ പോയി വിസ ചേഞ്ചാക്കി പിന്നെയും തിരിച്ചു വന്ന് അങ്ങനെ കുറേ പൈസ ചിലവാക്കിയവരുണ്ട്. അവർക്ക് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത്തത് ഇവിടെ. എൻ്റെ അറിവിൽ തന്നെ ഇപ്പോൾ 2-3 ആൾക്കാർ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ യു എയിലെ ദുബായിലെ വ്ളോഗിങ്ങിൽ തന്നെ നോക്കാം, കുറേ ഹസ്ബൻഡുമാർ അവരുടെ വൈഫുമാരെ കൊണ്ടുവന്നിട്ടും അവർക്കും ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും ജോലി ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ ഇറ്റ്സ് ഓക്കെ. അറ്റ്ലീസ്റ്റ് ഒരു 10-15 ഉറുപ്പ്യോളം മിനിമം നിങ്ങൾക്ക് വേണം ഇവിടെ സർവൈവ് ചെയ്യണമെന്ന് വെച്ചാൽ. 10,000 to 15,000 ദിർഹംസ് ഒരു ഫാമിലി ആയിട്ട് സർവൈവ് ചെയ്യണമെന്ന് വെച്ചാൽ. എന്നാലും അതിൽ നിന്ന് സേവ് ചെയ്യണത് നിങ്ങളുടെ ഇതനുസരിച്ചിരിക്കും. യുനോ ഹൗ യു സ്പെൻഡ് ആൻഡ് ഹൗ യു സേവ്. ഞാൻ ഈ ടോട്ടൽ എക്സ്പെൻസസ് ഇവിടെ ഒരു സിംഗിളായിട്ട് നിങ്ങളിവിടെ താമസിക്കുന്നത് വെച്ചാൽ അതിൻ്റെ എക്സ്പെൻസസിൻ്റെ ഡീറ്റെയിൽസ് ഇതേ ഞാൻ ലെഫ്റ്റിലോ റൈറ്റിലോ ഇടാം. അതുമാതിരി നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നിട്ട് താമസിക്കുന്നത് വെച്ചാൽ അതിൻ്റെയും പ്രൈസിങ് ഡീറ്റെയിൽസ് ഞാൻ ലെഫ്റ്റിലും റൈറ്റിലും ഇടാം. ഇതൊരു ആവറേജ് പ്രൈസിങ് ആണ് ഇവിടുത്തുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അത്രയും നിൽക്കാൻ പറ്റുമോ, ഇവിടെ ഇത്രയും ചിലവാക്കിയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ, പിന്നെ ഇത്രയും ചിലവാക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻകം വരുമോ അത്രയും, അതൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് മാത്രം വന്നാൽ മതി ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ മാത്രം നിങ്ങൾ ഇത് സജഷൻസ് എടുക്കണ്ട. കാരണം ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കാരണം എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി 5 ലക്ഷം വെച്ചിട്ട് ഞാനിവിടെ നിൽക്കണമെന്ന് വെച്ചാൽ ഐ കനോട്ട് അഫോർഡ് ഇറ്റ്. ഐ കനോട്ട് മേക്ക് ദാറ്റ് മച്ച് റൈറ്റ് നൗ. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എനി മോർ ചാൻസസ്. കാരണം ഇവിടെ ചെക്ക് കേസ് മറ്റതും മറിച്ചതൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കടങ്ങൾ കൂടുള്ളൂ. അതിലാണ് ഞാൻ പെട്ടത്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കണ പരിപാടിയില്ല. അപ്പോൾ എൻ്റെ സജഷൻ മാത്രം എടുത്തിട്ട് കാര്യമില്ല. കാരണം എൻ്റെ സജഷൻ പറഞ്ഞത് കൂടുതലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള സജഷൻ ആയിരിക്കും. കാരണം ഐ വാണ്ട് ടു ലീവ് ദുബായ്, അത്രേ ഉള്ളൂ. പിന്നെ ദുബായിൽ സക്സസ്ഫുള്ളായ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും ദുബായ് നല്ലതാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, മറ്റാണ് മറിച്ചാണ്, നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സ്ട്രഗിൾ എല്ലായിടത്തും ഉണ്ട്, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നില്ല. ദുബായിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസോ ചാൻസോ കിട്ടില്ല, എന്ന് കിട്ടും. പക്ഷേ സ്ട്രഗിൾ എന്തായാലും ഉണ്ടാവും. പിന്നെ ബാക്കി നിങ്ങളുടെ കരുത്തനുസരിച്ചിരിക്കും. ഹൗ ബോൾഡ് ആർ യു. പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നിങ്ങളുടെ രാജ്യമല്ല. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മളുടെ രാജ്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മളുടെ ഫ്രീഡം ഉണ്ട്. എത്ര കടായാലും ശരി, എന്തായാലും ശരി, നമ്മൾക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് പോകണോ, കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് പോകണോ, കേരളത്തിൽ നിന്ന് ദുബായിലേക്ക് വരണോ, കേരളത്തിൽ നിന്ന് കാനഡയ്ക്ക് പോകണോ, കറങ്ങാൻ പോകണോ, എവിടെയെങ്കിലും നമ്മൾക്ക് പോവാം. കാരണം ആരും നമ്മളെ പിടിച്ചു വയ്ക്കണില്ല അവിടെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾക്ക് ഒരു ട്രാവൽ ബാൻ തരും അവർ. ആ ട്രാവൽ ബാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ദുബായെ വിട്ട് എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് ആലോചിക്കുക, അതനുസരിച്ചിട്ട് നിങ്ങളുടെ തീരുമാനം എടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ പറയാനുള്ളത്. ബാക്കി വയലിൻ മങ്ക്, എനിക്കൊന്ന് നിങ്ങൾ ഒരു ആർട്ടിസ്റ്റാണ്, എൻ്റെ മാതിരി തന്നെ. ഞാനൊരു DJ ആണ്. ഇവിടെ ഓൾമോസ്റ്റ് ഞാൻ 23 കൊല്ലമായിട്ട് DJing ചെയ്തിരുന്നു. എൻ്റെ ബിസിനസ്സും നടത്തിയാണ്. പക്ഷെ പൊളിഞ്ഞു പോയി, അത് വേറൊരു കാര്യം. ആൻഡ് നൗ ഐ ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ് അഗെയിൻ ബാക്ക് ഇൻ ഇന്ത്യ, വിച്ച് ഐ ഹാവ് ദി ആറ്റിറ്റ്യൂഡ് ഓൾസോ. ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും തിരിച്ച് നാട്ടിൽ തന്നെ. ഒരു ചെറിയൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങുന്നുണ്ട് എനിക്കും. അതിനൊക്കെ ഇവിടെ ചിലവാക്കിയ പൈസ ഒന്നും അത്രയൊന്നും വേണ്ട നമുക്ക് നാട്ടിൽ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങണമെന്ന് വെച്ചാൽ, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ഞാൻ അവിടെ തുടങ്ങാനുള്ള പരിപാടിയിലാണ്. ബാക്കി പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ഡിസിഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. എൻ്റെ പറയേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കാരണം നിങ്ങൾ എന്നോട് കമൻറ്റിൽ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ദി റെസ്റ്റ് ഈസ് ഓൾ അപ് ടു യു. പിന്നെ നമ്മുടെ ദുബായിലുള്ള ആൾക്കാർ ഇപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അതോ ശരിയുണ്ടോ എന്ന് നിങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിലിടാം. ഇങ്ങനെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു
ദുബായിൽ വരാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് മന്ത് എന്ത് ചെയ്യണം അത് ചെയ്യണം ഇങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. നിങ്ങൾ ദുബായിലുള്ളവർ അല്ലെങ്കിൽ യു എയിലുള്ളവർ നിങ്ങൾക്കും നിങ്ങളുടെ കമൻ്റ് ഇടാം. ആൻഡ് ഇഫ് യു വാണ്ട് ടു ഹെൽപ്പ് ദീസ് പീപ്പിൾ ഹു ആർ കമ്മിങ് ടു ദുബായ് ന്യൂ, അതൊരു ഹെൽപ്പാവും. ഒരു സജഷൻ തന്നെ ഒരു ഹെൽപ്പ് തന്നെയാണ് ആക്ച്വലി. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളെന്ത് പറയണു അത് കമൻറ്റ് ബോക്സിലിടാം. സോ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് ദോസ് ന്യൂ പീപ്പിൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഒരു തോൽവിയായിട്ട് എല്ലാവരും കണക്കാക്കരുത്. കുറേ ആൾക്കാരുണ്ട് വിജയിച്ചവരുമുണ്ട്, കുറേ ആൾക്കാരുണ്ട് ലക്ഷപതികളും കോടീശ്വരന്മാരായവരുണ്ട്. പക്ഷെ നമ്മളുടെ കഴിവിൽ അതില്ല. എനിവേയ്സ്, സോ ദി റെസ്റ്റ് ഈസ് ഓൾ അപ്പ് ടു യു. നമ്മൾ ചെറുതിന്ന് തുടങ്ങുമ്പോൾ നമ്മളതനുസരിച്ചിട്ട് തുടങ്ങണം. എല്ലാതും നല്ലോണം റിസേർച്ച് ചെയ്തിട്ടേ നമ്മളുടെ പൈസ നമ്മൾ ചിലവാക്കാൻ പാടുള്ളൂ. അതൊക്കെ ഉണ്ട്. അപ്പോൾ ദുബായിലുള്ള ആൾക്കാർ പ്ലീസ് കമൻറ്റ് ബോക്സിൽ എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ, ഇതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ എന്താണ്, അതൊക്കെ ഒന്ന് കമൻറ്റിൽ ഇടാം. ആൻഡ് താങ്ക് യു ഫോർ ടുഡേ. ഇപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവൻച്വലി നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ ടുഡേ യു ഗൈസ് ഹവ് ഹെൽപ്പ് മീ ടു ഗ്രോ മൈ ചാനൽ. അതുമാതിരി തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലി ഈ വീഡിയോ ഉണ്ടാക്കിയത്. സോ വയലൻറ്റ് ബങ്ക്, നിങ്ങളുടെ പേര് എന്താണെന്നും കൂടി പറയാം. പേരെനിക്ക് അറിഞ്ഞൂടാ. സോ ഹോപ്പ്ഫുള്ളി ദിസ് വീഡിയോ ഹാസ് ഹെൽപ്ഡ് യു. ആൻഡ് പ്ലീസ് ഡു കമൻറ്റ് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ആൻഡ് വാട്ട് വിൽ ബി യുവർ ഫൈനൽ ഡിസിഷൻ ഓൺ ദിസ്. അപ്പോൾ ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 6:45 വൈകുന്നേരം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ വൈകുന്നേരം ഇറങ്ങിയാണ് ആക്ച്വലി വ്ളോഗ് ചെയ്യാൻ. കാരണം ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ എനിക്ക് വെച്ചിട്ട് എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഭയങ്കര പാട്ടും കൂത്തൊക്കെയാണ്. അപ്പോൾ അത് കാരണം വ്ളോഗിങ് പറ്റില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒന്ന് വൈകുന്നേരം ഇറങ്ങിയത്. നല്ലൊരു എക്സസൈസും കൂടിയായി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. സീ യു ഗൈസ് സൂൺ. കാണാം പിന്നെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.